നമസ്കാരമുണ്ട്. ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? ചെറിയ ഒരു വിഷമമുണ്ട്. കാരണം തൃശ്ശൂർ മുരളിയേട്ടനും നമ്മുടെ രമ്യ ഹരിദാസും തോറ്റതിൽ വലിയ വിഷമമുണ്ട്. എന്നാലും ഒരു മറുഭാഗം 18 സീറ്റും UDF പിടിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി എല്ലാ ജനങ്ങളും ഒത്ത് കൈപ്പിടിച്ച് നമ്മളെ ഉയർത്തി കൊണ്ടുവന്ന എല്ലാ ജനങ്ങൾക്കും, ഇന്ത്യയിലെ എല്ലാവർക്കും ഞാൻ എൻ്റെ വലിയ നമസ്കാരം, വലിയ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ തലയിൽ മുട്ടയിടാൻ വരെ ഞാൻ നേർന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് കുവൈറ്റ് വീട്ടിലാണ് നിൽക്കുന്നത് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അവർക്കിത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാനത് പിന്നെ ഒരു നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺഗ്രസ് മരിച്ചു പോയിട്ടില്ല എന്നുള്ളത് ഒരു തെളിവാണ്. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത് ജാതിയെ വിളിച്ച് പറഞ്ഞ് ഇന്ത്യൻ മതേതരത്തെ പുച്ഛിച്ച് സംസാരിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഇന്ത്യ ഭരിക്കുന്ന ആളെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. പിന്നെ സുരേഷ് ഗോപി എന്നുള്ളൊരു വ്യക്തിനെ എനിക്ക് ഭയങ്കര കാര്യമാണ്. പക്ഷേ പുള്ളി നിന്ന ആ പാർട്ടിയോടാണ് എനിക്ക് ദേഷ്യമുള്ളത്. ഇനി നമ്മൾ തൃശ്ശൂർ പുള്ളിക്ക് കൊടുത്തു, 2 പ്രാവശ്യം തോറ്റിട്ട് 3ാമത്തെ പ്രാവശ്യം കൊടുത്തു. പക്ഷേ തൃശ്ശൂരുള്ള ജനങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്തവിടെ സംഭവിക്കും, എന്ത് തൃശ്ശൂർ നടക്കും എന്നുള്ളത് നിങ്ങൾ ജയിപ്പിച്ച ജനങ്ങൾക്ക് 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മനസ്സിലാവും. നിങ്ങൾക്കത് അറിയാതിരിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി ഒരു കഥയുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും, ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി വരണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. എന്തായാലും വേണ്ടില്ല, നമ്മളുടെ ഇന്ത്യ മുന്നണിയിൽ ആര് വന്നാലും ഇവർ നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവിയിലാണ്, കൂട്ടുകറിയാണ്, എന്ത് മുന്നണിയാണ്, എന്തൊക്കെയോ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. BJPൻ്റെ കുറേ ആൾക്കാർ ചർച്ചയ്ക്ക് വരുന്നവർ എന്തോരം രാഹുൽ ഗാന്ധിനെ കളിയാക്കിയിരിക്കണോ, എന്തൊക്കെ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം എൻ്റെ ഈ മനസ്സിലുണ്ട്. പപ്പുമോൻ എന്തെല്ലാം കളിയാക്കിയ ഒരാളാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എതിർത്ത് നിൽക്കാൻ കഴിവുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ജനങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ജനങ്ങളിൻ്റെ വിജയമാണ്. ഇതാണ് വേണ്ടത്. ജനങ്ങൾ എപ്പോഴും നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി ഇത് ഇങ്ങനെ തന്നെ നമ്മുടെ ഇന്ത്യ മുന്നണി നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന് വീണ്ടും നമ്മൾ തന്നെ ഭരിക്കണം ഇന്ത്യയെ. നമ്മുടെ നെഹ്റു, ഗാന്ധിജി ഭരിച്ച പോലെയുള്ള ഒരു ഇന്ത്യ തിരിച്ചു വരണമെന്ന് ഞാൻ 100% ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിലക്കയറ്റത്തിനെല്ലാം പിന്നെ കരണ്ട്, വെള്ളം, പിന്നെ ഗ്യാസ്, അങ്ങനെ പല സാധനങ്ങളും ഇന്ത്യയിൽ വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത എത്രയോ പാവപ്പെട്ട ജനങ്ങളുണ്ട്. പട്ടിണി കിടക്കുന്ന എത്രയോ ജനങ്ങളുണ്ട്. അവർക്കെല്ലാം നല്ലത് ചെയ്യണം. നമ്മുടെ ആൾക്കാർ വന്നാൽ അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് നമ്മളുടെ ഇന്ത്യ മുന്നണി മുന്നിൽ വരട്ടെ. അവർ ഇനിയും നല്ലത് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടാവട്ടെ. എന്തെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ നടത്തിയവർ അവരുടെ അവരുടെ ബാങ്ക് എല്ലാം നിർത്തിവെച്ച് അവർക്ക് ഭരിക്കാനും അവർക്ക് പ്രവർത്തനം നടത്താനും വരെ പൈസയില്ലാതെ എന്തെല്ലാം അക്രമങ്ങളാണ് ചെയ്തത് ഈ പ്രധാനമന്ത്രി എന്നുള്ളത് ഈ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. ചെറിയ വിഷമം രമ്യ ഹരിദാസ് പോയതിലാണ്. മുരളിയേട്ടന് പത്മജ പറഞ്ഞ പോലെ തന്നെ മുരളിയേട്ടൻ ജയിക്കില്ല എന്ന് അവൾ പറഞ്ഞു. അതേപോലെ തന്നെ അയാൾ പോയതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. അപ്പോൾ ബൈ.